എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് ഞങ്ങളുടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിനടുത്താണ് ഈ ശിവക്ഷേത്രം. എല്ലാവരും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. അപ്പം 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന വടക്ക് പുറത്ത് പാട്ടും കോടി അർച്ചനയും അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൺഡേ ആണ് അതിൻ്റെ ലാസ്റ്റ് ഏപ്രിൽ 13-ാം തീയതി വരെയുണ്ട്. അപ്പം മാർച്ച് 17 തൊട്ട് ഏപ്രിൽ 13 വരെ ആണ്. അപ്പം അങ്ങനെയാണ് അത്. അപ്പം ഇന്ന് തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു. നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഒത്തിരി ലൈനൊക്കെ ആയിട്ടാണ്. പിന്നെ അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ദേവിയുടെ സാന്നിധ്യം, കൊടുങ്ങല്ലൂരമ്മയുടെ ദേവിയുടെ സാന്നിധ്യം. അപ്പോൾ അവിടെ ദേവിക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരുക്കങ്ങളുമൊക്കെ ആയി പ്രത്യേക പന്തലുകളൊക്കെ ഇട്ട് അവിടെ കളം വരച്ച് പിന്നെ കളം മായ്ക്കലൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി ചടങ്ങുകളുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു ചടങ്ങാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ പിന്നെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സൈഡിലായിട്ടാണ് ആലിൻ്റെ ഇപ്പുറമായിട്ടാണ് കോടി അർച്ചനയ്ക്കായിട്ടുള്ള ഇത് ഒരുക്കിയിരിക്കുന്നത്. അതും പ്രത്യേക രീതിയിലുള്ള ഒരു ഇതുപോലെയാണ്. നല്ല രീതിയിലാണ് അതെല്ലാം. നല്ല ഭംഗിയാണ് അതൊക്കെ കാണാനായിട്ട്. ഒത്തിരി 10-50 തിരുമേനിമാർ വന്ന് മന്ത്രങ്ങളും ജപങ്ങളും ഒക്കെ ആയിട്ടാണ് ആ കോടി അർച്ചന ഓരോ നക്ഷത്രക്കാർക്കും 27 നക്ഷത്രക്കാർക്കും ഓരോ ദിവസം ചെല്ലുന്ന ആ മന്ത്രങ്ങളും അതൊക്കെ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം ഇരിക്കാനും പിന്നെ അധികം തിരക്ക് കൊണ്ട് ഒത്തിരി തിരക്കുണ്ട്. ഇനിയും 2 ദിവസം കൂടി ഉണ്ട്. ഒത്തിരി ആൾക്കാർ വെളിയിൽ നിന്നൊക്കെ വന്ന് നല്ല ചടങ്ങുകളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പം പറ്റുന്ന ആൾക്കാരെല്ലാവരും വരിക. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് ഞങ്ങളുടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിനടുത്താണ് ഈ ശിവക്ഷേത്രം. എല്ലാവരും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. അപ്പം 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന വടക്ക് പുറത്ത് പാട്ടും കോടി അർച്ചനയും അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൺഡേ ആണ് അതിൻ്റെ ലാസ്റ്റ് ഏപ്രിൽ 13-ാം തീയതി വരെയുണ്ട്. അപ്പം മാർച്ച് 17 തൊട്ട് ഏപ്രിൽ 13 വരെ ആണ്. അപ്പം അങ്ങനെയാണ് അത്. അപ്പം ഇന്ന് തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു. നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഒത്തിരി ലൈനൊക്കെ ആയിട്ടാണ്. പിന്നെ അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ദേവിയുടെ സാന്നിധ്യം, കൊടുങ്ങല്ലൂരമ്മയുടെ ദേവിയുടെ സാന്നിധ്യം. അപ്പോൾ അവിടെ ദേവിക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരുക്കങ്ങളുമൊക്കെ ആയി പ്രത്യേക പന്തലുകളൊക്കെ ഇട്ട് അവിടെ കളം വരച്ച് പിന്നെ കളം മായ്ക്കലൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി ചടങ്ങുകളുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു ചടങ്ങാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ പിന്നെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സൈഡിലായിട്ടാണ് ആലിൻ്റെ ഇപ്പുറമായിട്ടാണ്